തൃശൂരിൽ അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരയെ ഇറക്കിയുള്ള പൊളിറ്റിക്കൽ സ്ട്രൈക്കിന് വിജയം. ടീം അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ അട്ടിമറിച്ചത് LDFന്റെ സിറ്റിംഗ് പഞ്ചായത്താണ്. എന്നാൽ അനിൽ അക്കരയുടെ സ്വന്തം വാർഡിൽ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. രാഷ്ട്രീയമായി എനിക്ക് കുറച്ചുകൂടി ഗൗരവമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം തിരഞ്ഞെടുത്തതാണ്. പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അനിൽ അക്കരയോട് അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കാൻ നിർദ്ദേശമുയർന്നത്. പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പിന്നാലെ രഹസ്യമായ രാഷ്ട്രീയ നീക്കം. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനം കണ്ട പലരും അമ്പരന്നു. വോട്ട് പെട്ടിയിലാക്കുന്ന ദിവസമാണ് AICC തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് അനിൽ അക്കര തന്നെ വെളിപ്പെടുത്തിയത്. ടീം അനിലക്കര എന്ന പേരിൽ കൂട്ടായി നടത്തിയ പ്രവർത്തനം വിജയം കണ്ടു. 321 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അടാട്ട് അനിലക്കര വിജയിച്ചു കയറിയത്. പഞ്ചായത്ത് ഭരിച്ച LDF 7 സീറ്റിലൊതുങ്ങിയപ്പോൾ 9 സീറ്റ് നേടി ഭരണവും പിടിച്ചു. എന്നാൽ സ്വന്തം വാർഡിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചത് അനിലക്കരയുടെ വിജയത്തിന് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. 14-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി ശ്രീലക്ഷ്മി ഹരീഷാണ് 88 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.